ഇ.പി. ജയരാജൻ നമ്മുടെ കൺവീനറാണ്, LDFിന്റെ കൺവീനർ, CPMന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉയർന്ന നേതാക്കളിൽ ഒരാൾ, കണ്ണൂരിലെ 3 ജയരാജന്മാരിൽ പ്രമുഖൻ. പക്ഷെ അദ്ദേഹം CPMനെയും കൊണ്ടേ പോകൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കൺവീനറാണ്, പാർട്ടിയുടെ നേതാവാണ്. അപ്പോ ഇടതുപക്ഷ മുന്നണിയെ കണ്ണിലെ കൺമണി പോലെ സൂക്ഷിക്കേണ്ട ഒരാളാണ്. പക്ഷേ അദ്ദേഹം സൃഷ്ടിക്കുന്ന കഥകൾ പലപ്പോഴും പാർട്ടിക്കും മുന്നണിക്കും ദോഷകരമായി മാറുകയാണ്. ബീർബൽ കഥകൾ, തെനാലിരാമൻ കഥകൾ എന്നൊക്കെ പറയുന്നത് പോലെ ധാരാളം EP കഥകളുമുണ്ട്. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വൻ ഹിറ്റുകളാണ്. ഏറ്റവും അവസാനത്തെ കഥ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറുമായി അദ്ദേഹത്തിന് എന്തോ ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ട് എന്നത് സംബന്ധിച്ചാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്, ഒരു വലിയ വ്യവസായിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹവുമായി ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ EP അത് പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ രാജീവ് ചന്ദ്രശേഖറിനെ കണ്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ രാജീവും പറയുന്നു ഞാൻ EP ജയരാജനെ കണ്ടിട്ടില്ല, ഇതുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വ്യവസായ ബന്ധങ്ങൾ ഉണ്ടാവുക? പക്ഷേ ഏറ്റവും അവസാനം എന്തോ ചില ചുറ്റിക്കളികൾ ഉണ്ടെന്ന് ജയരാജൻ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണമുള്ള കണ്ണൂരിലെ വൈദേഹം റിസോർട്സും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ്സും തമ്മിൽ എന്തോ ചില ബന്ധങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുന്നിടത്തോളം എത്തിയിട്ടുണ്ട് EP ജയരാജൻ. ഇനി അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ട് വൈദേഹം നിരാമയ കഥകളിലേക്ക് തിരിച്ചു വരാം. ഈ കാര്യങ്ങൾ സുഗമമായി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അല്പം അലമ്പുണ്ടാക്കാൻ ഏറ്റവും നല്ല മിടുക്കനാണ് EP ജയരാജൻ. മനഃപൂർവ്വമൊന്നുമല്ല, അങ്ങനെ സംഭവിച്ച് പോകുന്നതാണ്. ഓർമ്മയില്ലേ, പണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു വിമാനത്തിൽ 2 ചെറുപ്പക്കാർ പിള്ളേര് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ എന്തൊരു മുദ്രാവാക്യം വിളിച്ചു. ഉടനെ അവിടെ നമ്മുടെ ജയരാജൻ സഖാവ് പെട്ടെന്ന് മാഫിയ ശശിയായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കണ്ണൂരിൽ നിന്നാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരാൻ ഒറ്റ വിമാനം ഉള്ളത് ഇൻഡിഗോ ആണ്. അതിൽ കയറാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹം പ്രതിജ്ഞ എടുത്തു ഇനി അത് കയറില്ല എന്നുള്ളത്. പിന്നീട് തീവണ്ടിയായിരുന്നു ശരണം. പക്ഷെ ഈ തടിയും പൊണ്ണക്കാരിയൊക്കെ വെച്ച് തീവണ്ടിയിലെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വന്ദേ ഭാരത് വന്നതോടെ അല്പം സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം TP ചന്ദ്രശേഖരൻ വധം സംബന്ധിച്ച ഹൈക്കോടതിയുടെ വിധി വന്നു. വിധിവിശേഷം എന്ന് പറയട്ടെ, കേരളത്തിലെ CPM സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്ന അതേ ദിവസമാണ് ഹൈക്കോടതി വിധിയും ഉണ്ടാവുന്നത്. കേസിലെ പ്രതികൾക്ക് വിചാരണ കോടതി കൊടുത്ത ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ വിധിച്ചുകൊണ്ടുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനം. ഇത് വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചറെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച ദിവസം തന്നെ വന്നു എന്നുള്ളതാണ് ഈ വിധിയുടെ ഒരു പ്രത്യേകത. അവിടെ CPMും ശൈലജയും എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഹൈക്കോടതി വിധി ചർച്ച ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല, അതൊരു പഴയ കഥയാണ് എന്നുള്ളതായിരുന്നു പാർട്ടിയുടെയും മറ്റും തീരുമാനം. പക്ഷേ EP ജയരാജന് അത് അത്ര പോരെന്ന് തോന്നി. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടു. വെറുതെ ഒരു പ്രസ്താവന ഇറക്കുകയല്ല ചെയ്തത്. അത് നമുക്ക് തിരുത്തി പറയാം, പിന്നീട് വളച്ചൊടിച്ചു എന്ന് പറയാം. പക്ഷെ അതിനൊന്നും ഒരു അവസരമോ പഴുതോ കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടു. അദ്ദേഹം പറഞ്ഞു, കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാവുന്നില്ല. അത് മാത്രമല്ല, ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി, കുഞ്ഞനന്തൻ, ഒരു പാവമായിരുന്നു, പഞ്ചപാവമായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ അതിന് തയ്യാറാവാത്ത ഒരു പഞ്ചപാവം ആളായിരുന്നു കുഞ്ഞനന്തൻ. EP മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ പ്രസ്താവന വലിയ കോലാഹലം സൃഷ്ടിച്ചു. വടകരയിൽ അത് വലിയ ചർച്ചാ വിഷയമായി. പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറെ അത് വല്ലാത്ത ഒരു വിഷമവൃത്തത്തിലാക്കുകയും ചെയ്തു. ടീച്ചർ പിണറായിയോട് പരാതി പറഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ അതിന് അത്ര വലിയ പ്രാധാന്യം പാർട്ടിയോ പിണറായിയോ സെക്രട്ടറി MV ഗോവിന്ദനോ നൽകിയതായി നമുക്ക് തോന്നിയില്ല. കാരണം ശൈലജ ടീച്ചറെ വടകരയിലേക്ക് അയച്ചത് തന്നെ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, തോൽക്കുന്നെങ്കിൽ തോറ്റോട്ടെ, ജയിച്ചാൽ
ആ, ഡൽഹിക്ക് പറഞ്ഞയക്കാം, കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് വിടാം, കിക്കിംഗ് ടു ദ അപ്സ്റ്റേഴ്സ് എന്ന് പറയാറുള്ളത് പോലെ തോറ്റാലോ അത്ര വലിയ ജനപ്രീതിയൊന്നും ടീച്ചർക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. ഇതായിരുന്നു ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പിന്നിലെ കഥ എന്നൊരു കഥയുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ EP നടത്തിയ ഈ പ്രസ്താവനയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പാർട്ടി കാര്യമായിട്ടൊന്നും പ്രതികരിച്ചു കണ്ടില്ല. പിന്നീട് വന്നതാണ് ഈ രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള വ്യവസായ ബന്ധം സംബന്ധിച്ച ചില സൂചനകൾ നൽകുന്ന ഒരു പ്രസ്താവന. അദ്ദേഹം വളരെ നിർദോഷമായിട്ട് പറഞ്ഞു, കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ ബഹുമിടക്കന്മാരാണ്, പല ഒന്നാം തരം സ്ഥാനാർത്ഥികളാണ്. അതിലൊന്ന് തിരുവനന്തപുരമാണ്, ഒന്ന് ആറ്റിങ്ങലാണ്, ഒന്ന് തൃശ്ശൂരാണ്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് ശശി തരൂരിനെ പോലെ ആള് മത്സരിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ അടക്കമുള്ള ഈ ഇദ്ദേഹം പറഞ്ഞ മണ്ഡലങ്ങളിൽ മത്സരം ശരിക്കും BJPയും LDFും തമ്മിലാണ് എന്നാണ് ജയരാജൻ പ്രസ്താവിച്ചത്. കാരണം തിരുവനന്തപുരം പോലെ ഞാൻ പറഞ്ഞല്ലോ, ശശി തരൂർ മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ മത്സരം ശരിയായ മത്സരം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ അല്ലെങ്കിൽ LDFിന്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് EP ജയരാജൻ ചെയ്തത്. പക്ഷെ അത് ആ ഒരു രാഷ്ട്രീയം പാർട്ടിക്ക് അത്ര ബോധിച്ചില്ല. അതായത് BJPയാണ് 3-4 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇടപെട്ടു, പിന്നീട് MV ഗോവിന്ദൻ മാഷ് ഇടപെട്ടു. രണ്ടുപേരും EP-യെ തിരുത്തി. EP-യും തിരുത്തി. കാരണം പിണറായിയും MV ഗോവിന്ദൻ മാഷും തിരുത്തിയ ഒരു കാര്യം അങ്ങേര് തിരുത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ കൺവീനർ സ്ഥാനം ഉണ്ടാവുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഏതോ പത്രപ്രവർത്തകന്റെ തലയിൽ വെച്ച് കെട്ടി ഇത് വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതൊക്കെ തിരുത്തി. പക്ഷേ അതിന് പത്രക്കാർ നൽകിയ ഒരു ഭാഷ്യം EP ജയരാജൻ മലക്കം മറിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് EP-യോട് വലിയ സ്നേഹമുള്ളൊരു ആളാണ്. അദ്ദേഹം ഈ വലിയ തടിയൊക്കെ ഉണ്ടെങ്കിലും വളരെ നിർമ്മലമായ ഒരു മനസ്സിനുടമയാണ്, വളരെ സ്നേഹസമ്പന്നനാണ്, എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന ആളാണ്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മലക്കം മറിയുന്നത് ഒട്ടും ശരിയല്ല. കാരണം അദ്ദേഹത്തിന് തീവണ്ടിയിൽ വെച്ചുണ്ടായ ഒരു ആക്രമണം, ഒരു വെടിവെപ്പ്, അതിന്റെ ഫലമായിട്ട് ഒരു ഉണ്ട ഇപ്പോഴും അദ്ദേഹത്തിന്റെ കഴുത്തിലോ നട്ടലിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇപ്പോഴും കറങ്ങി നടക്കുന്നു എന്നാണ് വടക്കൻ പാട്ടുകളിൽ പറയുന്നത്. അത് സത്യമാണെങ്കിൽ ഈ കഴുത്തിലൊരു വെടിയുണ്ടയും വെച്ചുകൊണ്ട് ഇങ്ങനെ മലക്കം മറിയുന്നത് ശരീരത്തിന് തടിക്ക് കേടാണ് എന്ന് ശ്രീ EP ജയരാജൻ ഓർക്കണം എന്ന് എനിക്കൊരപേക്ഷയുണ്ട്. പക്ഷേ EP-യുടെ ഈ പ്രസ്താവന കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ അങ്ങോട്ട് വിസ്മരിക്കാൻ തയ്യാറായില്ല. ധാരാളം ഡിറ്റക്റ്റീവുകൾ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഷെർലോക്ക് ഹോംസ്മാരും പെരിമേസന്മാരും ഒക്കെ ആ പാർട്ടിയിലുണ്ട്. അവർ ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി അവസാനം അവർ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം. അതായത് EP ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ എന്തോ ചില ബിസിനസ് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിന്റെ അന്വേഷണം ചെന്നെത്തി നിന്നത് EP-യുടെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള, അതിന് ചില ഷെയറുകളൊക്കെ വിറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. വൈദേഹം റിസോർട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കണ്ണൂരിലുണ്ട്. ആ സ്ഥാപനം രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ നടത്തുന്ന നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ചില ബിസിനസ് ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. EP-ക്കെതിരായിട്ടുള്ള ഈ ആരോപണത്തിൽ കുറെ പഴക്കമുണ്ട്. 91 ലക്ഷത്തോളം രൂപ അദ്ദേഹം ഈ വൈദേഹം എന്ന് പറയുന്ന റിസോർട്സിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെന്നാണ് അന്ന് ഉണ്ടായ ആരോപണം. അത് CPM-ന്റെ സംസ്ഥാന സമിതിയിൽ വലിയ ചർച്ചയ്ക്ക് വിഷയമായി. P ജയരാജൻ തന്നെ അത് ഉന്നയിച്ചു. പക്ഷേ സംസ്ഥാന സമിതി അതത്ര പ്രാധാന്യം നൽകിയില്ല. കാരണം EP-ക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. മറ്റു ചിലർക്കെതിരായിട്ട്, അവരുടെ മക്കൾക്കെതിരായിട്ടും ആരോപണങ്ങൾ വരുമ്പോൾ EP-യുടെ കുടുംബത്തിനെതിരായിട്ട് അല്ലെങ്കിൽ EP നിയന്ത്രിക്കുന്ന വ്യക്തികൾക്ക് എതിരായി വന്ന ആരോപണങ്ങൾക്ക് അവരത്ര വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അന്ന് EP പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്
പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ ഗ്രാറ്റുവിറ്റി, PFA മുതലായ തുക കൊണ്ട് അല്ലെങ്കിൽ ആ തുക മുടക്കിയാണ് വൈദേഹം ആ റിസോർട്സിൽ ഷെയറുകൾ അല്ലെങ്കിൽ ഓഹരി എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പാർട്ടിയെ അംഗീകരിക്കാനുണ്ടായത്. പാർട്ടി അത് അംഗീകരിക്കും. കാരണം ഈ CPM-ലെ നേതാക്കളുടെ ഭാര്യമാര് റിട്ടയർ ചെയ്യുമ്പോൾ വലിയ വലിയ കമ്പനികളും റിസോർട്ടുകളും ഒക്കെ തുടങ്ങാൻ പാകത്തിലുള്ള വമ്പൻ തുകകളാണ് ലഭിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യം. സത്യം അങ്ങനെ ആയിരിക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണം. അതിന് EP മറുപടി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഷെയർ ഉണ്ടെങ്കിൽ, എനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായി ചേർന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഞാൻ സതീശൻ അങ്ങ് എഴുതി തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. ഞങ്ങൾ ഇതുവരെ EP-യുമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാമല്ലോ, ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിന് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലെ ഷെയർ എടുക്കുകയോ അത് ഏറ്റെടുക്കുകയോ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാപാര വ്യവസായ ബന്ധം ഉണ്ടാക്കുകയോ ചെയ്യണമെങ്കിൽ അതിനിപ്പോൾ അതിന്റെ തലവന്മാർ തമ്മിൽ കാണണമെന്നില്ല. EP ജയരാജനെ കാണണമെന്നില്ല. EP ജയരാജന്റെ പേരിലല്ല ഈ ഷെയർ എന്നുള്ളത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളുടെ പേരിലാണ്. അതാണ് ഇപ്പോൾ EP-യുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നിലപാട്. പക്ഷെ കോൺഗ്രസ് നേതാക്കൾ അവർ മുന്നോട്ട് വെച്ച ആരോപണം പിൻവലിക്കുന്നില്ല. ഇന്നലെയും VD സതീശൻ ആ ആരോപണം ഉന്നയിച്ചു, അല്ലെ ആവർത്തിച്ചു. അത് മാത്രമല്ല, ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരത്തെ മലയാള മനോരമയിലെ കൗണ്ടർ പോയിന്റ് എന്ന ചർച്ചാ പരിപാടിയിൽ കോൺഗ്രസ് നേതാവ് ജ്യോതി ചാമക്കാല 2 രേഖകൾ അവതരിപ്പിച്ചു. ആ രേഖകൾ എന്ന് പറയുന്നത്, ഒന്ന്, നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം തൻ്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലാണെന്ന് സമ്മതിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് കൊടുത്ത ഒരു അഫിഡാവിറ്റിന്റെ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലത്തിന്റെ ഒരു കോപ്പി. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. രണ്ടാമത്തേത് ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിരാമയയുടെ CEO ഉണ്ട്, വൈദേഹത്തിന്റെ നടത്തിപ്പുകാരുണ്ട്. അവരെല്ലാം ചേർന്ന് നിൽക്കുന്ന ഈ ചിത്രം വൈദേഹം റിസോർട്ട്സും നിരാമയ റിട്രീറ്റ്സും തമ്മിലുള്ള ഈ കരാർ ഒപ്പുവയ്ക്കുന്നത് സംബന്ധിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ എടുത്തൊരു ചിത്രമാണ് അത്. അതിന്റെ പിന്നിൽ ആ ചിത്രത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ നിരാമയ എന്ന് എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. നിരാമയയുടെയും വൈദേഹത്തിന്റെയും പ്രധാന നടത്തിപ്പുകാർ ആ ചിത്രത്തിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ ചിത്രവും രേഖയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് ഈ 2 സ്ഥാപനങ്ങൾ തമ്മിൽ എന്തോ ചില ബന്ധങ്ങൾ, ചില ചുറ്റിക്കളികൾ ഉണ്ട് എന്ന് തന്നെയാണ്. തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിഷേധിച്ച കൂട്ടത്തിൽ ശ്രീ EP ജയരാജൻ ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് അദ്ദേഹം വൈദേഹം റിസോർട്ട്സിന്റെ ഒരു ഉടമസ്ഥനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓഹരികളില്ല. അദ്ദേഹം ഒരു അഡ്വൈസർ മാത്രമാണ് ഈ റിസോർട്ട്സിന്റെ. ഒരു ആയുർവേദ റിസോർട്ട്സാണ് എന്ന് വെച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൽ നിന്നോ ഡിഗ്രിയോ മറ്റോ എടുത്ത ഒരാളാണെന്ന് തോന്നുന്നു. കണ്ണൂരിൽ നടത്തുന്ന വൈദേഹം റിസോർട്ട്സിന്റെ ഒരു അഡ്വൈസറാകാൻ, ഉപദേശകനാകാൻ. അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ സമ്മതിച്ചു. ഈ നിരാമയ റിട്രീറ്റ്സ് എന്ന് പറയുന്നത് വൈദേഹം റിസോർട്ട്സിൽ ചികിത്സ നടത്തുന്ന ഒരു ഏജൻസിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? വൈദേഹവും നിരാമയ റിസോർട്ട്സും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധം. അത് മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ച ആരോപണം. അത് ഏതാണ്ട് ശരിയെന്ന് ശ്രീ EP ജയരാജൻ സമ്മതിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം തൊന്തരവുകൾ CPM-ന് പലപ്പോഴും പതിവാണ്. ഇക്കുറിയും അത് തന്നെ. നമുക്കറിയാം, സിദ്ധാർത്ഥന്റെ മരണം, പൂക്കോട് വെറ്ററിനറി കോളേജിലെ ആ കുട്ടിയുടെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലില് മാർഗംകളിയുടെ ജഡ്ജിയായിരുന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യ, ഇപ്പൊ EP ജയരാജൻ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ. വടകരയിൽ അദ്ദേഹം TP ചന്ദ്രശേഖരൻ അത് ഒരു ഇഷ്യൂ ആക്കി അവതരിപ്പിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിക്ക് അദ്ദേഹവുമായി എന്തോ ചില ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ
പുറത്തു വരുന്നു. പാർട്ടി നേതൃത്വം ഇതിനെ നിസ്സാരമായി കാണരുത്. ഏതെങ്കിലും നല്ല മന്ത്രവാദികളെയോ ചാത്തൻ സേവക്കാരെയോ കാണണം. ഈ ബാധ ഒഴിപ്പിക്കാനുള്ള, ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാകുന്ന ഇത്തരം ബാധകൾ ഒഴിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ കട്ടപ്പോയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭയം വേണ്ട, ജാഗ്രത പാലിച്ചാൽ മതി.